ഇന്നത്തെ യാത്ര എത്തി നിൽക്കുന്നത് തൃശ്ശൂരിന്റെ മണ്ണിൽ മരിയാപുരത്ത് മലബാർ മിഷണറി ബ്രദേഴ്സ് നടത്തുന്ന ആശ്രമത്തിലാണ്. കുർബാനയായി എഴുന്നള്ളി നിൽക്കുന്ന ഈശോയെ മാത്രമേ നമ്മൾ തിരുവോസ്തിയിൽ കണ്ടിട്ടുള്ളൂ. ആദ്യമായിട്ടാണ് നമ്മൾ കുർബാനയുടെ, അതായത് തിരുവോസ്തിയുടെ പിന്നാമ്പുറ കാഴ്ചകളിലേക്ക് പോകുന്നത്. നമ്മോടൊപ്പം ഉള്ളത് എഡ്വിൻ ബ്രദറാണ്. എത്ര നാളായി ഇവിടെ ഓസ്തി ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട്? ഓസ്തി ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു കാലഘട്ടം പറയാൻ പറ്റുകയില്ല. കുർബാന എന്ന് തുടങ്ങിയോ അന്നു മുതൽ ഓസ്തി നിർമ്മാണം ഉണ്ട്. പക്ഷെ നമ്മൾ അധികം പേര് അങ്ങനെ അറിഞ്ഞിരുന്നില്ല ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, എവിടെയാണ് ഉണ്ടാക്കുന്നതിനെ കുറിച്ചൊന്നും. ആദ്യകാലങ്ങളിലൊക്കെ പള്ളിയിൽ സാക്രിസ്റ്റൻ അല്ലെങ്കിൽ കപ്പ്യാരാണ് സാധാരണ ഉണ്ടാക്കിയിരുന്നത്. ഇവിടെ ഞങ്ങൾ ആശ്രമം 1948 തുടങ്ങുമ്പോൾ തന്നെ ഞങ്ങളുടെ ദേവാലയത്തിൽ കുർബാനയ്ക്കുള്ള ഓസ്തി ബ്രദേഴ്സ് തന്നെ കൈകൊണ്ട് അരച്ച് ഉണ്ടാക്കുകയായിരുന്നു ചെയ്തിരുന്നത്. ഗോതമ്പ് വെള്ളത്തിലിട്ട് കുതിർത്ത് കൈകൊണ്ട് അരച്ച് ചുട്ടെടുത്ത് ഓസ്തിയാക്കിയായിരുന്നു. പിന്നെ ചുറ്റുവട്ടത്തുള്ള പല പള്ളികളും ആസ്പത്രികൾ പോലെയുള്ള സ്ഥലങ്ങളിലേക്കും അവർ ഉണ്ടാക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് ഞങ്ങളോട് ആവശ്യപ്പെട്ടു ഇത് ഉണ്ടാക്കി കിട്ടിയാൽ നന്നായിരുന്നു എന്നുള്ള രീതിയിൽ. അങ്ങനെ ആണ് ഇത് തുടങ്ങാനുണ്ടായ കാരണം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ കയ്യിലൂടെ ഒരു 75 കൊല്ലത്തോളം ഞങ്ങളുടെ ജൂബിലി വർഷമാണിത്. രൂപതയുടെ പല ഭാഗങ്ങളിലേക്കും ഓസ്തി കൊടുക്കുന്നുണ്ട്. ഞങ്ങളിവിടെ വന്നപ്പം ബ്രദർ ഗോതമ്പൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മള് എങ്ങനെയാണ് ഈ ഒരു പ്രോസസ്സ് എന്ന് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് കാണാം. ഇപ്പൊ എങ്ങനെയാണ് സ്റ്റാർട്ടിങ്, എന്താണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്? ഞങ്ങൾ സാധാരണ ഗോതമ്പ് മാർക്കറ്റിൽ നിന്ന് നല്ല കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല ഗോതമ്പ് മേടിച്ച് അത് ക്ലീൻ ചെയ്ത്, ഇങ്ങനെ സാധാരണ ഗോതമ്പാണ് കിട്ടുക. ഈ ഗോതമ്പിനെ നമ്മൾ പറയുന്ന പോലെ തന്നെ കർത്താവിൻ്റെ ബലിവേദിയിലേക്ക് വരേണ്ട ഗോതമ്പാണ്. ഏകദേശം 24 മണിക്കൂറോളം ഈ വെള്ളത്തിൽ ഈ ഗോതമ്പ് കിടന്ന് കുതിർന്നതിന് ശേഷമാണ് അടുത്ത പ്രോസസ്സിലേക്ക് നമ്മളിത് മാറ്റുക. അതായത് അരയ്ക്കുന്നതിന് മുമ്പ് അരച്ചതിൻ്റെ തൊണ്ട് നമ്മൾ ഉപയോഗിക്കില്ല, അതിൻ്റെ ഉള്ളിലത്തെ സ്റ്റാർച്ച് മാത്രമാണ് എടുക്കുക. അപ്പം ഏറ്റവും അതുകൊണ്ടാണ് ആ കളർ കിട്ടുന്നത്, വെള്ള കളർ കിട്ടുന്നതിൻ്റെ കാരണം ഇത് ഇങ്ങനെ കിടക്കുന്ന ഇത് കുതിർത്ത് അരച്ചിട്ടാണ് അടുത്ത ഇതിലേക്ക് നമ്മൾ ചെയ്യുക. ബ്രദർ എത്ര കൊല്ലമായി നമ്മുടെ തിരുവോസ്തി ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട്? ഞങ്ങൾ നോഷിറ്റ് കാലം മുതൽ, ഞങ്ങളുടെ ഫോർമേഷൻ കാലം മുതൽ തന്നെ ഇത് ചെയ്ത് പരിചയമുണ്ട്. അത് ഞങ്ങൾ കൈകൊണ്ട് ചെയ്തിട്ടുണ്ട്. ഈ കോവിഡ് കാലത്ത് ഞാൻ തന്നെയായിരുന്നു. ഇപ്പം ഞാൻ 8 കൊല്ലമായിട്ട് ഇവിടെ ഇതിൻ്റെ ഉത്തരവാദിത്തം ഞാനാണ്. ആശ്രമത്തിലൊക്കെ നിൽക്കുമ്പോൾ ഇങ്ങനെ തിരുവോസ്തിയൊക്കെ ഉണ്ടാക്കുന്നത് വേറൊരു തരത്തിൽ ഒരു ഏറ്റവും സന്തോഷം നൽകുന്ന ഒന്നായിരിക്കുമല്ലോ. കാരണം അൽത്താരയോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്നതിൻ്റെ അപ്പുറം ഈശോയോടൊപ്പം നിൽക്കുന്ന പോലെ ഒരു തോന്നലായിരിക്കുമല്ലോ. തീർച്ചയായിട്ടും. അതെന്ന് വെച്ചാൽ നമ്മൾ അതിൻ്റെ ആ മുഴുവൻ അനുഭവമാണ് നമ്മുടെ കടന്നു പോകുക. അൽത്താരയിൽ വരുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ആ ഒരു സമർപ്പണമാണ് അതിലുണ്ടാവുക. അതിലുപരിയായിട്ട് ഇതിൻ്റെ കടന്നു പോകുന്ന നമ്മുടെ ജീവിതം എങ്ങനെയാണ്, എന്തായിരിക്കണം, അല്ലെങ്കിൽ നമ്മളെ തന്നെയും മറ്റുള്ളവർക്കും സമർപ്പിക്കുമ്പം അതിനെന്തുമാത്രം വാല്യൂ ഉണ്ടെന്നുള്ളത്. ബലിപീഠത്തിൽ നമ്മൾ അർപ്പിക്കും. നമ്മൾ ശരിക്കും ഒരു കുർബാന സ്വീകരിക്കുമ്പോൾ ആ ഒരു ചെറിയ ഓസ്തി സ്വീകരിച്ച് ചിലപ്പോൾ പലരും അങ്ങനെ പോവാറുണ്ട്. പക്ഷെ അതിലുപരിയായിട്ട് നമുക്ക് തന്നെ മുഴുവനായിട്ടും ബലി അർപ്പിച്ച കർത്താവിനെ അനുസ്മരിക്കാനും അതിനെന്തുമാത്രം വാല്യൂ ഉണ്ടെന്ന് ഉള്ളതിൻ്റെ ചെറിയൊരു എക്സ്പീരിയൻസ്, ഒരു അനുഭവം നമുക്ക് ജീവിതത്തിൽ ഉണ്ടാവുകയാണ്. ഇത് നാളെ രാവിലെ വരെ ഇതിങ്ങനെ ഇരുന്ന് ഊറി അതിൻ്റെ നൂറ് മാത്രം, അല്ലെങ്കിൽ അതിൻ്റെ പാല് മാത്രമായിട്ട് വരും. ഊറിയതിന് ശേഷമാണ് ഇതിൻ്റെ അകത്തുനിന്ന് ഈ വെള്ളം മാറ്റി ഗോതമ്പിൻ്റെ പാല് മാത്രമാക്കി എടുക്കുക. ഇത് നമ്മൾ അരച്ചെടുത്ത ഗോതമ്പിൻ്റെ അകത്തുനിന്ന് കിട്ടുന്ന നൂറാണ്, ഗോതമ്പിൻ്റെ തനി നൂറ്. ഇത് വെള്ളത്തിൽ നമ്മൾ ഇന്നലെ അരച്ച് ഊറ്റി വെച്ചതാണ്.
സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മളെ തന്നെയാണ് നമ്മൾ ഇതിൽ സമർപ്പിക്കുന്നത്. നമ്മൾ അൾത്താരയിൽ വരുമ്പോൾ കാണുന്ന ഓസ്തി അല്ല ഇതിന് പുറകിലുള്ളത്. ആ ഗോതമ്പ് അരഞ്ഞ് പൊടിഞ്ഞ് അതിൻ്റെ നൂറ് നമ്മുടെ ജീവിതത്തിൻ്റെ സത്ത് പുറത്തേക്ക് എടുത്ത് പാലായിട്ട് പുറത്തേക്ക് വരികയും, പക്ഷേ അത് 2000-ഓളം വാട്ട്സ് ചൂടുള്ള ഒരു അച്ചില് അപ്പമായി മാറുന്നതാണ് ചൂടോട് കൂടിയിട്ട്. അങ്ങനെ വെന്തുരുകിയ ജീവിതത്തെയാണ് നമ്മൾ അൾത്താരയിൽ സമർപ്പിക്കേണ്ടതും. അതിനുള്ള അനുഗ്രഹത്തിനായിട്ടുള്ള ഒരു പ്രവർത്തനമായിട്ടാണ് മലബാർ മിഷണറി ബ്രദേഴ്സ് ഈ ദേവാലയത്തിലേക്കുള്ള ഓസ്തി സംഭാവന ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഇത് നേരെ ചുടാനായിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത് അടുത്ത സ്റ്റേജിലേക്ക്. ഇപ്പം ഈ കാണുന്നത് നമ്മൾ ഇതിൻ്റെ ആ 100 എടുത്ത് ചുട്ടെടുക്കുന്നതാണ്. 2000-4000 വാട്ട്സോളം ചൂടിലാണ്. ഒരു 2 മിനിറ്റ് കൊണ്ട് ഇത് ഇങ്ങനെ അപ്പമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. പക്ഷേ ഇപ്പം ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇതിനെ തണുപ്പിക്കണം. തണുപ്പിക്കാതെ ഇതിനെ കട്ട് ചെയ്യാൻ പറ്റില്ല. ഇതിപ്പോൾ ഇതേപോലെ തന്നെ ഇതിൽ നിങ്ങൾ കാണുന്നുണ്ടാവും, ഇതിനകത്ത് അച്ച്, വിശുദ്ധ കുർബാനയുടെ അച്ച് ഉണ്ടാവും. വൈദികർ ഉപയോഗിക്കുന്ന വലിയ ഓസ്തിയിലെ ഇങ്ങനെ ഒരു മോണോഗ്രാം നമുക്ക് കാണാറുണ്ട്, IHS എന്നുള്ളത്. പലരും ചോദിക്കാറുണ്ട് എന്താണ് ഇതിനർത്ഥം. നമ്മൾ തിയോളജിയൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ സാധാരണ മനസ്സിലാക്കാറുണ്ട്. പക്ഷേ അടിസ്ഥാനപരമായിട്ട് ജീസസ് എന്നുള്ള ഗ്രീക്ക് വാക്കിൻ്റെ ആദ്യത്തെ 3 അക്ഷരമാണ്. അത് ലാറ്റിനിലേക്ക് വരുമ്പോഴാണ് IHS എന്നുള്ള ജീസസ് എന്നുള്ളതിൻ്റെ ആദ്യത്തെ 3 ലെറ്ററുകളാണത്. IHS ജീസസ് എന്നുള്ളതിൻ്റെ ഷോർട്ട് ഫോമാണ്. ചിലർക്ക് ഇത് കർത്താവിൻ്റെ രൂപങ്ങൾ വെക്കാറുണ്ട്, പക്ഷെ എന്നാലും അവരുടെ എവിടെയെങ്കിലും ഒരു ചെറിയ ഒരു സിമ്പിൾ ഉണ്ടാവാറുണ്ട്. ഇതാണ് പൊതുവേ ഉള്ള അംഗീകരിക്കപ്പെട്ട ഒരു മോഡൽ. ഈ വലിയത് നമ്മൾ പുരോഹിതർ ഉപയോഗിക്കുന്ന ഓസ്തിക്ക് വേണ്ടിയിട്ടും അരളിക്കയിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ ഇത് വലുതായിട്ട് കട്ട് ചെയ്തിട്ടെടുക്കാറുണ്ട്. നമ്മളെ ഈ അച്ഛന്മാരൊക്കെ കുർബാന ചൊല്ലുമ്പോൾ പറയാറുണ്ട്, അയോഗ്യനായ ഞാനാണ് ഈ ഒരു കുർബാന അർപ്പിക്കുന്നതെന്ന്. ഇപ്പം നമ്മളുടെ കയ്യിലൂടെ കുർബാനയിലേക്ക് എത്തുന്ന ഈ ഒരു അപ്പം ശരിക്കും പറഞ്ഞാൽ ബ്രദറിന് എങ്ങനെയാണ് ഒരു ആത്മീയ സന്തോഷം നൽകുന്നത്? കാരണം ഞാൻ പലപ്പോഴും ഞാനിപ്പോൾ ഈ ഇടവകയല്ല, ഞാൻ ലൂർദ് കത്തീഡ്രൽ പള്ളി ഇടവകയിൽ ഇപ്പം ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അവിടെ രാവിലെ 6 മണിക്കുള്ള കുർബാനയ്ക്ക് ഞാൻ പോവുക. അപ്പോൾ അവിടുത്തെ കുർബാന കൊടുക്കാൻ മറ്റ് ജനങ്ങൾക്ക് കൊടുക്കാനായിട്ട് ഞാനാണ് നേതൃത്വം കൊടുക്കാറുള്ളത്. ആ സമയത്ത് നമ്മളിത് ഉണ്ടാക്കുന്നതും ബലി അർപ്പിക്കുന്നതും അതെല്ലാം കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും വലിയൊരു സാറ്റിസ്ഫാക്ഷൻ അതിലുണ്ട്. ഇവിടെ ഉണ്ടാവുന്ന ഇത് സാധാരണ ഒരു അപ്പമാണ്. ആൾത്താരയിൽ എത്തിക്കഴിഞ്ഞാൽ ആള് മാറി. അത് ആ ഒരു വിശ്വാസം കൊണ്ട് കണ്ണുകൊണ്ട് കാണാനും നമ്മുടെ ജീവിതത്തെ പ്രവർത്തിപ്പിക്കാനും സാധിച്ചാൽ ദിവ്യബലി മാത്രമല്ല, നമ്മുടെ ജീവിതം തന്നെയും വലിയ ഒരു കുരിശിൻ്റെ വഴിയായി തീരും എന്നുള്ളത് ഉറപ്പാണ്. ചൂടോടെ ചുട്ടെടുത്ത ഓസ്തി നമുക്ക് ചെറുതാക്കാനായിട്ട് നേരെ പറ്റുകയില്ല. അത് തണുപ്പിച്ചതിന് ശേഷമേ അത് പറ്റുകയുള്ളൂ. അപ്പോൾ അതൊരു സ്വല്പ സമയം കൂളറിൻ്റെ ഇത് 2 സൈഡിലിരിക്കുന്ന കൂളറാണ്. ആ കൂളറിലൂടെ ഒരു അരമണിക്കൂറോളം വെച്ച് കഴിയുമ്പോൾ തണുപ്പ് സോഫ്റ്റ് ആവും. എന്നിട്ടാണ് വീണ്ടും അത് കട്ട് ചെയ്ത് ചെറുതാക്കുക. പണ്ട് കാലത്തൊക്കെ മെഷീൻസ് ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ. എന്നിപ്പോ ഇപ്പോഴല്ലേ ഇങ്ങനെ മെഷീൻസിലേക്ക് മാറി. ഈ ചെറിയ മെഷീൻ ഒരു പരിധിവരെ ഇതൊക്കെ സാധാരണ നമ്മുടെ നാട്ടിലുള്ള കരുവന്മാരും അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടാക്കാറുണ്ടായിരുന്നു. ഇതെല്ലാം മാനുവലായിട്ട് ഇവർ ഉണ്ടാക്കി തരുന്നതാണ്. അതേപോലെ കൂളറും ഒക്കെ ഇപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടല്ലോ. അത് കാരണം തന്നെയാണ് എങ്കിലും 2 ദിവസം എടുക്കുന്നുണ്ട് ഇങ്ങനെ പ്രോസസ്സ് എല്ലാം കൂടെ കൂട്ടുമ്പോൾ. പക്ഷെ പണ്ട് കാലത്ത് ഇതിലും ടൈം എടുക്കുമായിരുന്നു എന്ന് തോന്നുന്നു അല്ലേ? എടുക്കുമായിരുന്നു. തണുപ്പിക്കാനായിട്ട് ഫാനിൻ്റെ അടിയിൽ വെക്കുക, അല്ലെങ്കിൽ തണുത്ത തുണി കൊണ്ടൊക്കെ ചെയ്യലൊക്കെയായിരുന്നു ആദ്യകാലത്ത് ഉണ്ടായിരുന്നു. മുകളിൽ തണുത്ത തുണി ഇട്ടിട്ട് തണുപ്പിക്കുകയൊക്കെ ആയിരുന്നു ചെയ്തിരുന്നത് ആദ്യം. ഇത് നമ്മൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഓസ്തിയാണിത്. നമ്മൾ ആ വലിയ ഓസ്തി കട്ട് ചെയ്ത് ഇതേപോലെ ചെറുതാക്കി എടുക്കും. ഇതെന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഞങ്ങളുടെ അടുത്ത് വരുന്ന ക്യാൻസർ പേഷ്യൻസ് അങ്ങനെയുള്ളവർ നമ്മുടെ അടുത്ത് വന്ന് ഇത് മേടിച്ചുകൊണ്ട് പോകാറുണ്ട്. കാരണം ഇത് വേറെ ഒന്നും അൾട്രേഷൻ വരാത്തത് കൊണ്ട് ശരിക്കുള്ള ഗോതമ്പ് 100 മാത്രമേ ഉള്ളൂ. മുലകുടി കഴിഞ്ഞ് മാറുന്ന കുഞ്ഞുങ്ങൾക്കും അവർ കൊണ്ടുപോകാറുണ്ട് അമ്മമാർ, അത് കുറുക്കി കൊടുക്കാനായിട്ട്. അതുപോലെ തന്നെ ഈ പ്രായമായവർ, രോഗികളായി കിടക്കുന്നവർ, വേറൊന്നും കഴിക്കാൻ പറ്റാത്തവർ, ഇത് കഴിച്ച് ജീവിക്കുന്നവരുണ്ട്. അപ്പോൾ അവർ നമ്മുടെ അടുത്ത് നിന്ന് കൊണ്ടുപോക്കുള്ളൂ. നമ്മൾ ഫ്രീ ആയിട്ട് അവർക്ക് കൊടുക്കാറുണ്ട്. എനിക്ക് ഹിന്ദി അറിയത്തില്ല. ഭയ്യ നാം ക്യാ ഹൈ? मेरा नाम आशीष है, मैं मध्य प्रदेश से हूँ। मेरा नाम अमित है, मैं मध्य प्रदेश से हूँ।
अमित ഹിന്ദി അറിയില്ലാത്തതിന്റെ പ്രശ്നം. दौड़ा दौड़ा मैं भी दौड़ा दौड़ा हिंदी बोलता हूँ, पूरा नहीं है। अच्छा, मैं जानता हूँ हिंदी। वो लड़के तीन चार लोग मेरे पास है, वो क्या करें ना, वो औषधि बनाने और आश्रम में हेल्प करने के लिए मैं त्रिशूर में एक हॉस्टल है, हॉस्टल में वो फ्री टाइम वो हेल्प करने चाहें. അപ്പോൾ ഒത്തിരി പേരിങ്ങനെ പ്രത്യേകിച്ച് അമ്പല ആശുപത്രി അങ്ങനെയുള്ള ആശുപത്രികളിൽ നിന്ന് ക്യാൻസർ പേഷ്യൻസ് അവർ ഡോക്ടേഴ്സ് തന്നെ പറഞ്ഞു വിടാറുണ്ടെന്ന് തോന്നുന്നുണ്ട്. അവർ പലരും പറഞ്ഞു ഞങ്ങളിങ്ങനെ വേറെ ഒന്നും കഴിക്കാൻ പറ്റിയല്ല, അങ്ങനെയാണെന്ന് പറയുമ്പോൾ അവർ സ്ഥിരമായിട്ട് പറഞ്ഞു. അതുകൊണ്ട് നമുക്കിത് വേസ്റ്റ് അല്ലത്. ഇതും മറ്റുള്ളവരെ ഒത്തിരി പേർക്ക് പ്രത്യേകിച്ച് ഉപകാരപ്പെടുന്ന ഇത് ഞങ്ങൾ ഒരിക്കലും കളയാറില്ല. അവർ ഞങ്ങളിവിടെ സൂക്ഷിച്ച് വയ്ക്കും. അവിടെ അവർ വന്ന് ആവശ്യക്കാർ വന്ന് മേടിച്ചു ഞങ്ങളിന്ന് കൊണ്ടുപോകും, അവരൊന്ന് കൊണ്ടുപോവുക ചെയ്യും. കാഴ്ച സമർപ്പണത്തിനൊക്കെ പ്ലേറ്റിലൊക്കെ വെച്ച് കുറച്ചും കൂടെ ചിലരൊക്കെ പൂവൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കൊണ്ടേ കൊടുക്കുന്ന കാണാറുണ്ട്. പള്ളികളിലേക്ക് കൊണ്ടുപോകാനായിട്ട് റെഡി ആയിട്ടിരിക്കുന്നതാണ്. ഇങ്ങനെ അവർ സാധാരണ ചിലർ വിളിച്ചു പറയും, അല്ലെങ്കിൽ ചിലർ വന്ന് കൊണ്ടുപോകും. സാധാരണ അങ്ങനെ കൊണ്ടുപോകുന്നവരുണ്ട്. കാരണം ഫാമിലീസ് ചിലപ്പോൾ കല്യാണത്തിന് അങ്ങനെ പ്രത്യേകിച്ച് എന്തെങ്കിലും ഫംഗ്ഷൻ വരുമ്പോൾ അവർ ബലിയർപ്പണത്തിന് കാഴ്ച സമർപ്പിക്കാനായിട്ടും അങ്ങനെ കൊണ്ടുപോകുന്നവരുണ്ട് ഒത്തിരി പലപ്പോഴും. പിന്നെ ഈവൻ വിദേശത്തേക്ക് വരെ നമ്മുടെ ഇവിടുന്ന് ആൾക്കാർ ഗൾഫിലേക്കൊക്കെ അവിടെ പള്ളികളിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്, അവിടെ കിട്ടാതെ വരുന്നുണ്ട്. ഇതിപ്പോൾ നമ്മൾക്കിപ്പോൾ ആർക്ക് വേണമെങ്കിലും കൊടുക്കാവുന്നത്. കാരണം ഇപ്പം പാർസൽ സൗകര്യം ഉള്ളതുകൊണ്ട് ഇവൻ ബാംഗ്ലൂർക്ക് ഞങ്ങൾ കൊടുത്തു വിടാറുണ്ട്, ഗൾഫിലേക്ക് കൊടുത്തു വിടാറുണ്ട്. ഇതിനെന്തെങ്കിലും ലൈസൻസോ അങ്ങനെ എന്തെങ്കിലും വേണോ? നമ്മൾ സഭയായിട്ട് നിൽക്കുമ്പോൾ ദേവാലയമായിട്ട് ബന്ധപ്പെട്ടതായതുകൊണ്ട് ഇതുവരെയായിട്ട് അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. കാരണം നമ്മൾ ഇത്ര കൃത്യമായിട്ട് അതിൻ്റെ ശുദ്ധി കാര്യങ്ങളെല്ലാം നോക്കുന്നത് കൊണ്ട് അങ്ങനെയൊന്നും ഇതുവരെയായിട്ട് അതിനൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല. നമുക്കറിയത്തില്ലല്ലോ, കാരണം ഇതിന്റെ കുർബാനയായിട്ട് മാത്രമേ നമ്മൾ തിരുവോസ്തി കണ്ടിട്ടുള്ളൂ. ഇങ്ങനെ ഉണ്ടാക്കുന്നത് പോലും എനിക്ക് തോന്നുന്നു അധികം ആരും അറിയത്തില്ല എന്ന് തോന്നുന്നു. പക്ഷെ പണ്ടൊക്കെ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, കപ്പ്യാരുമാര് ഞായറാഴ്ച നേരത്തെ വന്നിട്ടുണ്ടാക്കുമായിരുന്നു, അങ്ങനെയൊക്കെ കേട്ടിട്ട് ഉള്ളത് മാത്രമേ ഉള്ളൂ. ഇപ്പം കുർബാനയുടെ തിരുവോസ്തിയുടെ പിന്നാമ്പുറ കാഴ്ചകളിലൂടെയാണ് ഷെക്കീന ടിവിയുടെ ഈ ഒരു ടീം ഇന്ന് സഞ്ചരിച്ചിരിക്കുന്നത്. ഇപ്പം എഡ്വിൻ ബ്രദറാണ് നമ്മുടെ കൂടെ ഇത്രയും നേരം ഉണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നുകൊണ്ടിരുന്നത്. അപ്പം താങ്ക് യു സോ മച്ച്, നന്ദി. ഇന്നത്തെ യാത്ര നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. തൃശ്ശൂരിൽ നിന്നും ക്യാമറാമാൻ അൽജോയോടൊപ്പം ലിനറ്റ് വർഗീസ്, ഷെക്കീന ന്യൂസ്.